ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ ബ്രേക്ക് വാട്ടർ എൻഡ് പോർഷൻ മുതൽ ബെർത്ത് വരെ ഷെൻഫർ 15 മുതൽ STS ക്രെയിൻ വരെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്ന വ്യൂവിലാണ് ഞാനുള്ളത്. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ പുതിയ വ്യൂവിലേക്ക് പോകുന്നത്. ഇനിയും ആ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അത് ലൈക്കായും ഷെയറായും കമൻറ്റായും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഡീറ്റെയിൽ അപ്ഡേഷനിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഡംപിങ്ങിൻ്റെ വ്യൂവിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊസിഷൻ ബാർജാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പൊസിഷൻ ബാർജ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ പൊസിഷൻ ബാർജിനെ പൊസിഷൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ എക്സ്റ്റൻഷൻ തുടങ്ങുന്നത്. ഇതവിടെ ഒരു എക്സ്കവേറ്ററും കാണാം. ഒരു ലോറിയിലെ കല്ല്, അതായത് നമ്മുടെ നാച്ചുറൽ സ്റ്റോണ് റിവേഴ്സ് കൊണ്ടുവരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. റിവേഴ്സ് എടുത്ത് ലോറി വരുന്നുണ്ട്. ഡംപ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ലോറി എത്താറായിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത വ്യൂവിലേക്ക് നമുക്ക് പോകണം. ലോറി എത്തി. ഇങ്ങനെയാണ് നമ്മൾ എൻഡ് ഓൺ ഡംപിങ്ങിലേക്ക് പല തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ച് നമ്മുടെ ലോറികളിലും അതുപോലെ ബാർജിലും സ്റ്റോൺ എത്തിക്കുന്നത് എൻഡ് ഓൺ ഡംപിങ്ങിന്. ഇപ്പോൾ കാണാൻ സാധിക്കുക, ഇതാണ് ലോറികളിൽ ഇങ്ങനെയാണ് ഡംപ് ചെയ്യുന്നത്. കണ്ടോ, നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞു. ഇനി തൊട്ടടുത്തല്ല ലോറികൾ അതുപോലെ എൻഡ് ഓൺ ഡംപിങ് വെയിറ്റിംഗ് ആണ്. അതുമാത്രമല്ല തൊട്ടിപ്പുറത്ത് നമുക്കൊരു ബാർജ് കാണാൻ സാധിക്കുന്നു. എഞ്ചിൻലെസ് ബാർജാണ്. അത് തരംതിരിച്ച് വലിയ സ്റ്റോണുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം അടുക്കുന്നതിന് സ്റ്റോണ് കവറിങ് അടുക്കുന്നതിന് വേണ്ടിയാണ് ആ വലിയ സ്റ്റോണുകൾ വേണ്ടി വരുന്നത്. തൊട്ടപ്പുറത്തും അതേപോലെ തന്നെയാണ് നടക്കുന്നത്. ഇവിടെയും നമുക്കൊരു ബാർജ് കാണാൻ സാധിക്കും. അവിടെയും സ്റ്റോണുണ്ട്. സ്റ്റോൺ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വലിയ ക്രെയിന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം നമുക്ക് ആക്രോപോഡ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഏറ്റവും മുകളിൽ സർഫസ് ഏരിയയിൽ വരുന്നതിനാണ് ഈ ക്രെയിൻ ഇവിടെ ഉള്ളത്. അതായത് ബ്രേക്ക് വാട്ടർ പണി പൂർത്തിയായതിനു ശേഷം എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും തിരമാലയുടെ ശക്തി കൂടി ബ്രേക്ക് വാട്ടർ, അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ മാറാതിരിക്കാനും ക്രമീകരണങ്ങൾ തെറ്റാതിരിക്കാനും അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ആക്രോപോഡ് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ക്രെയിൻ ഇവിടെ ഉള്ളത്. ഇവിടം വരെ, അതായത് നമുക്ക് ഇത്രയും പോർഷൻ കണ്ടോ, ഇത്രയും പോർഷൻ ഏതെനിക്ക് തോന്നുന്നൊരു 100-200 മീറ്റർ നമുക്ക് വളരെ ദൂരെ ഒന്നും കാണാൻ സാധിക്കുന്നത് കറക്റ്റായിട്ടൊന്നും അറിയില്ല. എന്നാലും ബാക്കിയുള്ള എല്ലാ സ്ഥലവും ഫിനിഷ് ആയിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ആക്രോപോഡ് ആ സൈഡെല്ലാം ഫില്ലായി വരുന്നുണ്ട്. അതിനർത്ഥം ബാക്കിയുള്ള വർക്കെല്ലാം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് ആക്രോപോഡ് ഇവിടെ എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഒരു സ്പ്ലിറ്റ് ബാർജ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്പുറത്ത് വശത്തൂടി പോകുന്നുണ്ട്. ലോറികളെല്ലാം നിരയായിട്ട് ഇവിടെ നിന്നും പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷൻ. നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം. കാരണം സ്റ്റോൺ നിറയ്ക്കുന്ന ഒരു കാഴ്ചയ്ക്ക് അവിടെ നമുക്ക് പോകാം. അതിന് മുന്നേ ബാക്കി ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ മാക്സിമം നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വ്യൂ വരുന്നത്. നമ്മുടെ ഷെൻഫർ 15 നമുക്ക് കാണാൻ സാധിക്കുന്നു. STS ക്രെയിനും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷെൻഹുവ 24 പോയപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസ് എന്നാണ് വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ബെർത്തിനകവശം, അതായത് പോർട്ടിനകവശം, യാർഡൊക്കെ വരുന്ന സ്ഥലം. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഈ ബെർത്തിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ, അതായത് ബ്രേക്ക് വാട്ടറിനതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്ത് ഇങ്ങനൊരു ഈ സൈഡ് മൊത്തം ഫില്ല് ചെയ്തെടുക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ഈ ഡ്രഡ്ജിങ്ങിൻ്റെ മണൽ ഇനി ഇതിനകത്താണ് വരേണ്ടത്. ഈ ഡ്രഡ്ജിങ്ങിൻ്റെ മണൽ ഉപയോഗിച്ചാണ് ഈ യാർഡ് മൊത്തം ഫില്ല് ചെയ്തിട്ടുള്ളത്. മണലും പിന്നെ ചെമ്മണ്ണ്, ഇത് രണ്ടും കൊണ്ടാണ്. ഫസ്റ്റ് ഘട്ടത്തിൽ മണൽ ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്യുന്നത്. മണലെന്ന് വെച്ചാൽ ഡ്രഡ്ജ് ചെയ്യുന്ന വെള്ളവും മണലും ഇവിടെ കെട്ടി നിർത്തി അതിൻ്റെ വെള്ളം മൊത്തവും കെട്ടി 2-3 ദിവസം നിർത്തിയതിന് ശേഷം പിന്നെ വെള്ളം കടലിലേക്ക് തുറന്നു വിടുകയും ആ മണൽ അവിടെ അടിഞ്ഞുകൂടിയാണ് ഈ പറഞ്ഞ ബെർത്തിൻ്റെയും ഈ പറഞ്ഞ യാർഡെല്ലാം ക്ലിയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ സ്റ്റോൺ ഇവിടെ കൊണ്ട് തട്ടി ഇവിടെ ഒരു ബാരിക്കേഡ് പോലെ, അത് അങ്ങനെ തന്നെ പറയാം. കണ്ടോ, അങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇത്രയും പോർഷൻ, ഈ പോർഷൻ, അതായത് നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡ് പോർഷനെല്ലാം ഇങ്ങനെ പണി നടക്കുകയാണ്. ഇപ്പോഴും നമ്മളെ മുന്നിൽ ലോറികളിലായിട്ട് സ്റ്റോൺ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന സ്റ്റോണിൻ്റെ മലയെ നമ്മൾ പറയുന്നതെല്ലാം തീരുന്നത്. അതുകൊണ്ടാണ് ഈ 2 സ്ഥലത്തേക്കും സ്റ്റോണ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെയധികം കഴിഞ്ഞതായിട്ട് നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നത്. ഇനി അതാ ലോറികൾ 3-4 ലോറികൾ വെയിറ്റിങ്ങുമാണ്.
ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ വ്യൂ. കാരണം ഇത് നമുക്ക് 2-3 സ്ഥലത്തു നിന്ന് വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഡ്രഡ്ജ് ചെയ്ത മണൽ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഇത് വലിയൊരു കൂമ്പാരമായിട്ട് തോന്നുമെങ്കിലും ഇവിടെ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് നിവർത്തിയെടുക്കാനുള്ളൂ. വളരെ വേഗം തന്നെ നിവർത്തിയെടുക്കും. ഡേ നൈറ്റ് വർക്ക് ആയതുകൊണ്ട് വളരെ വേഗം തന്നെ പണികൾ പൂർത്തിയാകുന്നതായിരിക്കും. നമുക്ക് 2-3 വ്യൂയിലേക്ക് പോയി ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഇവിടെ നടക്കുന്ന 2 വർക്കുകളും. ഇനി പോർട്ടിനകത്തുള്ള വിശേഷങ്ങളാണ്, പോർട്ടിനകത്തുള്ള വർക്ക് അപ്ഡേഷനാണ് നോക്കേണ്ടത്. ഷെൻകോ 15 നമ്മളിവിടെ തന്നെയുണ്ട്. നല്ല മൂറിങ്ങിൽ തന്നെയാണ് ഷിപ്പ് ഇന്ന് പോകുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ടും നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക്, അതായത് നമുക്ക് ഡ്രഡ്ജ് ചെയ്തേണ്ട ഹോസൊക്കെ ഇല്ല, ഇതൊന്നും മാറ്റിയിട്ടില്ല. ഉണ്ടോ? ഷിപ്പ് ഉടൻ തന്നെ പോകുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമുക്ക് ഷിപ്പിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ ഇത് ഹോസൊന്നും മാറ്റാത്ത കാരണം ഇതിപ്പോൾ എപ്പോഴും പോകുമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇന്ന് ഷിപ്പ് പോകും എന്നത് ഉറപ്പാണ്. ഡെസ്റ്റിനേഷൻ ഷാങ്ഹായിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു STS ക്രെയിൻ്റെ ബൂം ഉയർത്തി വെച്ചിരിക്കുന്നു, കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകാം. നമുക്കറിയാൻ പോകുന്നത് നമ്മൾ പോർട്ടിനകത്തുള്ള ട്രെഡ്ജിങ്ങിൻ്റെ വ്യൂ ആണ്. നമ്മൾ നോക്ക്, ട്രെഡ്ജ് ചെയ്ത മണലെല്ലാം വളരെ കൂമ്പാരമായിട്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന നമ്മൾ മറുഭാഗത്തെ വ്യൂ എന്ന് കണ്ടെങ്കിലും ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കും. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ കെട്ടുന്നത് പോലെ സ്റ്റോൺ കൊണ്ടുവന്ന് കെട്ടുന്നത്. ഇതിൻ്റെ മറുവശത്ത് ആ ഒരു വ്യൂ നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ, അതായത് കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ E04 ഒക്കെ ഏറ്റവും ബാക്കിൽ നിർത്തിയിട്ടിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല നമുക്ക് ബെർത്തിൻ്റെ സൈഡിൽ അവിടെ മണൽ കൂമ്പാരം കാണാൻ പറ്റും. നേരത്തെ അതെല്ലാം ലെവൽ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറെ എന്തോ വർക്ക് കൂടി നടക്കുന്നുണ്ട്, കുറച്ചുകൂടി ലെവലിംഗ് വർക്കും കൂടുതൽ നടക്കുന്നുണ്ടാവാം. പിന്നെ മെയിനായിട്ട് ഇതാ നമുക്കിവിടെ ബെർത്തിൻ്റെ കോൺക്രീറ്റും ബാക്കിയുള്ള വർക്കെല്ലാം ഇവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിവിടെ നടക്കുന്നുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഈ വശത്ത് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ പൊടിയും അതൊക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എക്സ്കവേറ്റർ വർക്ക് നടക്കുന്നുണ്ട്. ബെർത്തിൻ്റെ സൈഡിലെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് ഉച്ചയ്ക്ക് 1 മണിയായിരുന്ന എല്ലാ സ്റ്റാഫും ടെൻറ്റിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. അവർക്ക് ബ്രേക്കിൻ്റെ ടൈമാണ്. നമ്മൾ മിക്ക ദിവസം എത്തുന്ന 1 മണി 1:30 മണിക്കായതുകൊണ്ട് എല്ലാവരും ബ്രേക്കിൻ്റെ സമയത്തിരുന്ന്, ഇവിടെയൊക്കെ നല്ല വെയിലും ചൂടാണ്. അതാണ് ഇതേപോലെ ടെമ്പററി ഷെൽട്ടർ കെട്ടി അതിനകത്ത് അവർ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്. അതാ ഒരു വെള്ളത്തിൻ്റെ വളരെ വലിയ ഫ്ലോയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉണ്ടോ? ഇവിടെയാണ് നമുക്ക് ബെർത്തിൻ്റെ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റും ബാക്കിയുള്ള വർക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും വലിയ ക്രെയിൻ ഉപയോഗിച്ചുള്ള വർക്കുകൾ നടക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 350, 60, 70 മീറ്ററോളം 400 മീറ്ററിനടുത്തോളം ആയിട്ടുണ്ട് നമ്മളെ ബെർത്തിൻ്റെ വർക്കുകൾ. നമ്മൾ ബെർത്തിൻ്റെ വേറൊരു ഫസ്റ്റ് വശത്തു നിന്നുള്ള വ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വ്യക്തമായിട്ട് കാണുന്ന വ്യൂവിലാണ് നമുക്ക് ആ വശത്തു നിന്നുള്ള വ്യൂ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പോർട്ടിനകത്തോട്ടുള്ള വിശേഷങ്ങളിലോട്ട് പോകാം. ഫ്രണ്ട്സ്, പോർട്ടിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്യൂ കണ്ടതുപോലെ നമ്മൾ ബെർത്തിനാവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഇവിടെ നമ്മൾ ആ ക്രെയിൻ ഉപയോഗിച്ച് കയറ്റുന്നതും ഇറക്കുന്നതും എല്ലാം കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ പ്രോസസ്സ് എല്ലാം നടക്കുന്നുണ്ട്. കുറേ ഇവിടെ ഇറക്കി വെച്ചിരുന്ന കുറേ സ്ലാബുകൾ കൊണ്ടുപോയിട്ടുണ്ട് ബെർത്തിൻ്റെ അടുത്തോട്ട്. ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ സ്റ്റോണെല്ലാം തരംതിരിച്ച്, വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും തമ്മിൽ തരംതിരിച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് ഇവിടെ ഇരുന്ന സ്ലാബെല്ലാം അവിടെ തന്നെ ഉണ്ടെങ്കിലും കുറേ സ്റ്റോണുകൾ വന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെയുള്ള അടുത്ത വ്യൂവിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞു. ഈ വശത്തു നിന്നുള്ള പോർട്ടിലെ വ്യൂ ആണെങ്കിൽ നമ്മുടെ കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ E02 നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഷിഫ്റ്റ് ഷോർക്കൈന് 4 ഷിഫ്റ്റ് ഷോർക്കൈന് വളരെ വ്യക്തമായിട്ടും വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഭംഗിയുണ്ടത്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഷെൻഹുവ 15 ഉണ്ട്. അതുമാത്രമുള്ള 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറും തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാച്ചുറൽ സ്റ്റോണുമായിട്ട് ഒരു ലോറി വരുന്നുണ്ട്. നമ്മളെ മുന്നിലായിട്ട് വേറൊരു ലോറി പാർക്കും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രെയിൻ്റെ അടുത്തും, അതായത് കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ്റെ എല്ലാ ക്രെയിൻ്റെ അടുത്തും ഓരോ 40 ഫീറ്റും 20 ഫീറ്റിൻ്റെയും കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതും നമുക്കിവിടെ നിന്നും വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, അടുത്തൊരു വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിന് അതാ ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ പിക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ടോ? അതാ നിർത്തിയിട്ടുണ്ട് അവിടെ.
അത് നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമെന്നുള്ള പ്രശ്നത്തിലെത്തും. ബാക്കിയുള്ളതെല്ലാം പല കളറിലുമുള്ള 40 ഫീറ്റും 20 ഫീറ്റ് കണ്ടെയ്നർ പോർട്ടിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ ക്രെയിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവിടെ എങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത്, അതും കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെ റെയിൽസിൻ്റെ വർക്കുകൾ ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട്, അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ലോറികളാണ് ഇവിടെ ഉള്ളത്. ഈ കണ്ടെയ്നറിൽ അങ്ങനെ കൊണ്ടുവന്നാണ് അങ്ങോട്ടും ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ലോറികളുള്ളത്, അതും നമുക്ക് കാണാൻ സാധിക്കും. പ്രൈം മൂവർ, അതെ പ്രൈം മൂവർ ഉള്ളത് ഇത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഒരു വാട്ടർ ടാങ്കുമായിട്ട് ഒരു ലോറി പോകുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള വിഷ്വൽസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ബർത്തിൻ്റെ ഒരു വശത്തെ വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ട്രെഡ്ജ് ചെയ്യുന്ന മണൽ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വിഷ്വൽസ് നിന്ന് എടുത്തെങ്കിലും അടുത്തൊരു വേറൊരു വ്യൂ എന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബർത്തിൻ്റെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം. C03യും നമുക്കിവിടെ കാണാം. അപ്പോൾ C01, 2, 3 3 ക്രെയിനുകളാണ് നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ പുതിയതായിട്ട് വന്ന കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ. ടോട്ടൽ 5 ക്രെയിനുകളായിട്ടാണ് ഷെൻഹോ 15 വന്നിട്ടുള്ളത്. 3 കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിനും 2 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും, അങ്ങനെ 5 ക്രെയിനാണ് വന്നിട്ടുള്ളത്. E02ഉം Z03യും D03യും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്തെല്ലാം ഓരോ 40 ഫീറ്റും 20 ഫീറ്റിൻ്റെ കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. റെയിൽസിൻ്റെ പണികളെല്ലാം വളരെയധികം പൂർത്തിയായിട്ടുണ്ട്. ഷെൻഹോ 15ൻ്റെ പൂർണ്ണ രൂപം ഇല്ലെങ്കിലും പകുതിയോളം ഭാഗം നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നു. ZVMC എന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു വശത്തു നിന്നുള്ള വ്യൂ. ഇവിടെയും സ്റ്റോണുകൾ വളരെയധികം കൂട്ടിയിട്ടുണ്ട്, ലോറികൾ വെയിറ്റിങ്ങിലാണ്. നമുക്കിനി അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. നമ്മളത് POV ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ്, അത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മളീ കാണുന്നത്. പോർട്ടിനേറ്റവും അകത്തും അതുമാത്രമല്ല കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01, D02, D01 എല്ലാ ക്രെയിനും മുന്നിലായി നിർത്തിയിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ 10ഓളം വരുന്ന പ്രൈം മൂവർ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷെൻഹോ 15 നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വ്യൂ ഒന്നും കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഷെൻഹോ 15ൻ്റെ അടുത്തുള്ള വർക്കുകൾ. ഷെൻഹോ 15ൻ്റെ സൈഡിൽ തന്നെയാണ് കുറേ മണലെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ബർത്തിൻ്റെ സൈഡിൽ കുറേ മണലെല്ലാം കൂട്ടിയിട്ടുണ്ട് കോൺക്രീറ്റിന് ആവശ്യമായിട്ട്. അതുമാത്രം റെയിൽസിൻ്റെ പണികളൊന്നും അവിടെയും നടക്കുന്നുണ്ട്, അതായിരിക്കും മണലെല്ലാം കൂട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഈ വശത്ത് നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽസ്. പോർട്ട് നമ്മൾ 3ാമത്തെ വിഷ്വൽസാണ് എടുത്തിട്ടുള്ളത്. 3 വിഷ്വൽസിലൂടെയാണ് നമ്മൾ ഈ അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഉണ്ടോ ഫ്രണ്ട്സ്, നമ്മളെ കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01ൻ്റെ എഫിഷ്യൻസി ചെക്കിങ് ഇവിടെ നടക്കുകയാണ്. അത് ക്രെയിന് നമ്മുടെ കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ വേഗത്തിലാണ് ലിഫ്റ്റിംഗ് നടക്കുന്നുണ്ടോ, വളരെ സ്പീഡിൽ ലിഫ്റ്റിംഗ് നടക്കുന്നു. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണിത്. നേരിട്ട് കാണുമ്പോൾ വളരെ വളരെ ഗംഭീരവും വളരെ അതിശയവുമാണ്. ഫുൾ ഓട്ടോമാറ്റിക് ക്രെയിനാണ്. എനിക്ക് തോന്നുന്നു താഴെ ഇരുന്ന ആരോ റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്നതാണിത്. അതും ആളെ കണ്ടുകൂടെങ്കിലും നമുക്ക് വർക്കിംഗ് നമുക്ക് വളരെ ദൂരം ഒന്ന് കാണാൻ സാധിക്കുന്നു. ഇതാണ് നമ്മുടെ യാർഡ് ക്രെയിൻ്റെ ഫങ്ഷൻസ്. അതിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് എല്ലാ ക്രെയിൻ്റെ അടുത്തും ഈ 40 ഫീറ്റും 20 ഫീറ്റിൻ്റെയും കണ്ടെയ്നർ ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയ്ക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും, നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് മാത്രമല്ല, ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായി പോകുന്ന ലോറികൾ നിരനിരയായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു എഞ്ചിൻലെസ് ബാർജ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പുറത്തൊരു സ്പ്ലിറ്റ് ബാർജ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേക്ക് കല്ല് നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ലോറികൾ നിൽക്കുന്നത്. അതുപോലെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് എഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ നിറയ്ക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാം. ഇപ്പോൾ നമ്മൾ റെഞ്ച് ബ്രേക്ക് ആയതുകൊണ്ടാണ് അതങ്ങനെ തന്നെ നിൽക്കുന്നത്. പണികൾ ഇപ്പോൾ തന്നെ തുടങ്ങും. അത് മാത്രമല്ല, നമുക്കിവിടെ എഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു ബോട്ടും കാണാൻ സാധിക്കുന്നു. ഈ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കയറ്റുന്നതിനാണ് ലോറികളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തരംതിരിച്ച് കല്ലിട്ടിരിക്കുന്നതും സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കയറ്റുന്നതിനാവശ്യമായിട്ടാണ് ഇവിടെ തരംതിരിച്ച് സ്റ്റോൺ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ ഫുള്ള്
അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിന്ന് കുറച്ച് ക്ലാരിറ്റിയുള്ള വ്യൂ മാത്രമല്ല, ഒരു 10 മീറ്റർ നീളമുള്ള വീതിയുള്ള റോഡും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതുവഴിയാണ് ലോറിയിലേക്ക് നമ്മൾ എൻഡ് ഓൺ ഡംപിങ്ങിന് വേണ്ടി ലോറികൾ പോകുന്നത്. ഇതുവഴിയാണ് പോകുന്നത്. എൻഡ് ഓൺ ഡംപിങ് നമ്മൾ കാണുകയുണ്ടായി. പിന്നെ ഈ വശത്തൂടെ കയറിയിട്ടാണ് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ നിറയ്ക്കാനും പോകുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള ലോറികളൊന്നാണെങ്കിലും 2 വേ ആണ്. ഒന്ന് ലോറികളിലായിട്ട് എൻഡ് ഓൺ ഡംപിങ്ങിന് പോകുന്നു, പിന്നെ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ നിറയ്ക്കാനും ഇതുവഴിയാണ് പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എന്തിനാണെന്നുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ ഫുൾ അപ്ഡേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നത് നാച്ചുറൽ സ്റ്റോണിൻ്റെ മലയെന്ന് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മല പൂർണ്ണമായിട്ടും തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനൊക്കെയാണ് സ്റ്റോൺ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. 1 ബ്രേക്ക് വാട്ടറിനും, 2 നമ്മളെ ട്രെഡ്ജിങ്ങിൻ്റെ മണൽ കടലിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ബെർത്തിൻ്റെ സൈഡിൽ ബ്രേക്ക് വാട്ടർ പോലെ പണിയുന്നതിനുമാണ് ഇവിടെ നിന്ന് സ്റ്റോൺ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെ മല വളരെയധികം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, 2-3 ഭാഗമായിട്ടാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, 2-3 ഭാഗമായിട്ടാണ് ഇവിടെ സ്റ്റോൺ തരംതിരിച്ചിട്ടുള്ളത്. മുകളിലും താഴെയായിട്ട് അത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ തരംതിരിച്ചിരിക്കുന്നു. ആ സ്റ്റോണുകളെല്ലാം ഇവിടെയായിട്ട് നിരത്തിയിട്ടുണ്ട്. ഉണ്ടോ, തൊട്ട് മുന്നേ നമ്മൾ ഇതിൻ്റെ വേറൊരു വ്യൂ കണ്ടായിരുന്നു. ഇത് ഈ വശത്ത് നിന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് വ്യൂ കിട്ടും. റോഡ് ഇവിടെ നിന്നാൽ പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഫുള്ളായിട്ടൊരു വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നിന്നും ഈ നാച്ചുറൽ സ്റ്റോൺ, വലിയ സ്റ്റോണുകളെല്ലാം തരംതിരിച്ച് ഇവിടെ ഇട്ടിട്ടുള്ളത്, അടുക്കിയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഉണ്ടോ, ലോറികളെല്ലാം നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. വാട്ടർ ടാങ്കിൻ്റെ വെള്ളം ഇവിടെയുണ്ട്. അതുമാത്രമല്ല, നമ്മളെ ഇഞ്ചിൻലെസ് ബാർജ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചിൻലെസ് ബാർജ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഒരു സ്പ്ലിറ്റ് ബാർജുമുണ്ട്, അതും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1:30-2 മണി ആ സമയത്ത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ആരും ഇപ്പോൾ ഇല്ലാത്ത. എല്ലാവരും ലഞ്ച് ബ്രേക്കിന് വേണ്ടി പോയിരിക്കുകയാണ്. എന്നാലും നേരത്തെ നടന്ന വർക്കുകളെല്ലാം ഇവിടെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കും. സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ തട്ടുന്നതിനെ ലോറി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. 2 സ്പ്ലിറ്റ് ബാർജാണുള്ളത്, 3-4 ഇഞ്ചിൻലെസ് ബാർജും. ഇതാ ഒരു സ്പ്ലിറ്റ് ബാർജ് ഇതാ ഇവിടെ വരുന്നുണ്ടോ, ഇതാ ഒരു സ്പ്ലിറ്റ് ബാർജ് വരുന്നുണ്ട്. ഒരു സ്പ്ലിറ്റ് ബാർജിൽ സ്റ്റോൺ കയറ്റുന്നതിനെ വെയിറ്റിങ്ങിലാണ്. പിന്നെ നമ്മൾ കണ്ടാൽ ഇവിടെ ഒരു ഇഞ്ചിൻലെസ് ബാർജും ഉണ്ട്. എൻഡ് ഓൺ ഡംപിങ്ങിന് അവിടെ ഒരു ഇഞ്ചിൻലെസ് ബാർജ് ഉണ്ട്. ഇതാ ഒരു 3-4 ഇഞ്ചിൻലെസ് ബാർജ്, 2 സ്പ്ലിറ്റ് ബാർജ്. ഇതാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിലേക്ക് മാത്രം ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്രോപോഡ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നുണ്ടോ, ഈ പോർഷനിലെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. അതും നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ. 2 ടഗ് ബോട്ടുകൾ കപ്പൽ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. 2 ടഗ് ബോട്ടുകൾ. പക്ഷേ ഇന്നിനി പോകുമെന്നറിയില്ല. കപ്പൽ ഇപ്പോഴും മൂറിങ്ങിൽ തന്നെയാണുള്ളത്. പോകുമോ ഇല്ലയോ എന്നറിയില്ല. പിന്നെ ഈ വശത്ത് നിന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെയിൻ, അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ. കാരണം 2-3 വ്യൂ നമ്മൾ എടുത്തുകൊണ്ട് അത് വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ വേഗം പറഞ്ഞു തീരാനേ ഉള്ളൂ. കാരണം ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ബ്രേക്ക് വാട്ടറാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഈ വ്യൂവിൽ നിന്നും പോർട്ടിനകത്തുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വശത്ത് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ D സീരീസും C സീരീസും പിന്നെ E സീരീസും 3 സീരീസുകളും വ്യക്തമായി കാണുന്ന രീതിയിലാണ് ക്രെയിനുകൾ, അതായത് കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിനുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. STS ക്രെയിന് 4 ഇപ്പുറത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളിൽ ആദ്യമായി എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.